യൂണീക്ക് ലേണിംഗ് സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജെഇഇ മെയിൻ എക്സാമിനെ സംബന്ധിച്ചും ജെഇഇ മെയിൻ ആപ്ലിക്കേഷൻ സമർപ്പണത്തിനെ പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജെഇഇ എന്ന് നിങ്ങൾ കേട്ട് കാണും. ജെഇഇ മെയിൻ രാജ്യത്തെ വിവിധ NITകൾ അവിടത്തേക്കുള്ള അഡ്മിഷന് വേണ്ടിയുള്ള ഒരു എലിജിബിലിറ്റി ടെസ്റ്റാണ് ജെഇഇ മെയിൻ എന്നുള്ളത്. അതുകൂടാതെ വിവിധ സെൻട്രൽ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അവിടുത്തെയും അഡ്മിഷന് വേണ്ടിയുള്ള എലിജിബിലിറ്റി ടെസ്റ്റാണ് ജെഇഇ മെയിൻ. അതും കൂടാതെ IITകളിലെ അഡ്മിഷന് വേണ്ടി പരിഗണിക്കുന്നത് ജെഇഇ അഡ്വാൻസ്ഡിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ ജെഇഇ അഡ്വാൻസ്ഡ് അപ്പിയർ ചെയ്യണമെങ്കിൽ ജെഇഇ മെയിൻ ക്വാളിഫൈ ചെയ്യണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജെഇഇ മെയിൻ എന്ന് പറയുന്നത് NITകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയും രാജ്യത്തെ വിവിധ സെൻട്രൽ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയും അതുകൂടാതെ IITകളിലെ അഡ്മിഷന് വേണ്ടിയും ഒക്കെയുള്ള ഒരു എലിജിബിലിറ്റി ടെസ്റ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. NTA നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റിയാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഈ വർഷം ഇത് 4 സെഷനായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഇങ്ങനെ 4 സെഷനിലായി എക്സാം കണ്ടക്ട് ചെയ്യുന്നു. ഒരു വിദ്യാർത്ഥിക്ക് ഏതെങ്കിലും ഒരു സെഷന് മാത്രമായിട്ട് വേണമെങ്കിലും അല്ല എല്ലാ സെഷന് വേണ്ടിയും വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ 4 സെഷന് ഒരു കുട്ടിക്ക് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അറ്റൻഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഫീസ് അടയ്ക്കും. ഫീസ് അടയ്ക്കുന്നത് ഒരു സെഷന് വേണ്ടിയാണെങ്കിൽ ആ സെഷൻ അറ്റൻഡ് ചെയ്യുക. ഇനി മൊത്തത്തിലുള്ള എല്ലാ സെഷനും നമുക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിലും നമുക്ക് ഒരുമിച്ച് ഫീസ് അടച്ചിട്ട് അറ്റൻഡ് ചെയ്യാം. ഇനി ഏതെങ്കിലും ഒരു സെഷൻ നമ്മൾ ഫീസ് അടച്ച് അറ്റൻഡ് ചെയ്യാൻ നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും കാരണത്താൽ എക്സാം എഴുതാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ആ അടച്ച ഫീസ് റീഫണ്ട് കിട്ടാനും ഓപ്ഷൻ ഈ വർഷമുണ്ട്. ഇനിയും ചില പ്രത്യേകതകൾ ഈ വർഷത്തെ ജെഇഇ മെയിൻ ഉണ്ട്. അതിനകത്ത് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മലയാളത്തിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ സെലക്ട് ചെയ്യാമെന്നുള്ളതാണ്. നോർമലി നമ്മൾ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത്. ഇംഗ്ലീഷ് വേണ്ട എങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിലും ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആകാനുള്ള ഒരു സംവിധാനം ഈ വർഷമുണ്ട്. ഇനി ഒന്നിൽ കൂടുതൽ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്ന ഒരാളിന് ബെസ്റ്റ് ഏതാണോ, ഏറ്റവും നല്ല പെർഫോമൻസ് കുട്ടി കാഴ്ചവെച്ചിരിക്കുന്ന ഏതാണോ ആ സ്കോർ ആയിരിക്കും പരിഗണിക്കുക. അപ്പോൾ ബെസ്റ്റ് ഓഫ് ദ സ്കോർസ് ആയിരിക്കും ഫൈനൽ റിസൾട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിനകത്തുള്ള എലിജിബിലിറ്റിയെ പറ്റിയാണ്. 2019 ബോർഡ് എക്സാം +2 ബോർഡ് എക്സാം എഴുതിയ ആളുകൾക്കും 2020 എഴുതിയ ആളുകൾക്കും 2021 +2 ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന ആളുകൾക്കും ജെഇഇ മെയിൻ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഏജ് എത്രയായാലും പ്രശ്നമില്ല. അപ്പോൾ ഏജ് ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാന ഒരു സവിശേഷത. പക്ഷേ 2018 അല്ലെങ്കിൽ അതിന് മുമ്പോ +2 പാസ്സായ ആളിനെ ജെഇഇ മെയിന് വേണ്ടി കൺസിഡർ ചെയ്യുന്നതല്ല. ആപ്ലിക്കേഷൻ സമർപ്പണത്തിന് മുമ്പ് ഇനി പറയുന്ന ചില ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ തയ്യാറാക്കി വയ്ക്കേണ്ടതുണ്ട്. അതിനകത്ത് ആദ്യത്തേത് നിങ്ങളുടെ ഫോട്ടോയാണ്. ഫോട്ടോ എന്ന് പറയുമ്പോൾ കളർ ഫോട്ടോ ആകാം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആകാം, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം എന്നുള്ളതാണ് നിബന്ധന. ഇനി നിങ്ങൾ കണ്ണാടി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ, സ്പെക്സ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ കണ്ണട ഇട്ടുകൊണ്ടുള്ള ഫോട്ടോ വേണം വയ്ക്കാൻ. ഓക്കെ, ഇനി ഫോട്ടോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ 80% നിങ്ങളുടെ ഫേസ് ആയിരിക്കണം. ഇനി ചെവികൾ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റണം, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. മാസ്ക് ഇട്ടുകൊണ്ടുള്ള ഫോട്ടോ ഒരു കാരണവശാലും അലൗഡ് അല്ല. അപ്പോൾ ഫോട്ടോയുടെ പ്രത്യേകതകൾ പറഞ്ഞു. 80% നിങ്ങളുടെ ഫേസ് ആയിരിക്കണം, ചെവികൾ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റണം. ഇനി മാസ്ക് ഉപയോഗിക്കാൻ പാടില്ല. സ്പെക്സ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ സ്പെക്സ് വച്ചിട്ടുള്ള ഫോട്ടോ വേണം വയ്ക്കാൻ. ഓക്കെ, ഇതാണ് ആദ്യത്തെ കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു മെയിൽ ID വേണം. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മെയിൽ ID ഇല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ഒരു മൊബൈൽ നമ്പറും നിങ്ങൾക്ക് വേണം. അതെന്ത് എന്ന് ചോദിച്ചാൽ NTA നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ മെയിൽ വഴിയും SMS വഴിയായിരിക്കും. SMS കമ്മ്യൂണിക്കേഷനും മെയിൽ കമ്മ്യൂണിക്കേഷനും മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇമെയിൽ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ സ്വന്തമായിട്ടൊരു മെയിൽ ID ഒക്കെ വേണം ഇല്ലാത്തവർ. ഓക്കെ, ഇനി അടുത്ത് വേണ്ടത് എന്ന് പറയുന്നത് NCL സർട്ടിഫിക്കറ്റാണ്. OBC OEC കാറ്റഗറിക്കാർ അവർ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വാങ്ങി വയ്ക്കണം. നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വാങ്ങി വയ്ക്കണം. അത് താലൂക്ക് ഓഫീസിൽ നിന്നാണ് വാങ്ങേണ്ടത്. അപ്പോൾ താലൂക്ക് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വാങ്ങണം. ഇനി ഇതിനകത്ത് OBC വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി, നോൺ ക്രീമി ലെയർ വിഭാഗത്തിൽ പെടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി സെൻട്രൽ ലിസ്റ്റ് വെരിഫൈ ചെയ്യണം. അതിന്
നിങ്ങൾ ncbc.nic.in ncbc.nic.in എന്നുള്ള വെബ്സൈറ്റ് ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾ സെൻട്രൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാം. അപ്പോൾ അതനുസരിച്ച് വേണം ആ സർട്ടിഫിക്കറ്റ് NCL സർട്ടിഫിക്കറ്റ് വാങ്ങാൻ, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്. അപ്പോൾ OBCക്കാർ OECക്കാർ ഒക്കെ വാങ്ങി വയ്ക്കേണ്ട ഒരു സർട്ടിഫിക്കറ്റാണ് ഈ NCL സർട്ടിഫിക്കറ്റ്. ഇനി അടുത്ത് പറയുന്നത് SC ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ പറ്റിയാണ്. അവർ വാങ്ങേണ്ടത് കാസ്റ്റ് സർട്ടിഫിക്കറ്റാണ്. അതും താലൂക്ക് ഓഫീസിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ വാങ്ങി വയ്ക്കേണ്ടത്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റുകൾ വാങ്ങി വയ്ക്കണം. അതുകൂടാതെ ജനറൽ വിഭാഗത്തിലുള്ള EWS എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ്, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ, അതിന് വേണ്ട സർട്ടിഫിക്കറ്റുകളും താലൂക്ക് ഓഫീസിൽ നിന്ന് വാങ്ങി വയ്ക്കേണ്ടതാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും സ്ട്രെസ് ചെയ്ത് ഞാൻ പറയുന്ന കാര്യം, ഈ സർട്ടിഫിക്കറ്റുകൾ വാങ്ങേണ്ടത് താലൂക്ക് ഓഫീസിൽ നിന്നാണ്. അപ്പോൾ അല്ലാതെ വേറെ ഒരു സ്ഥലത്തു നിന്നുള്ള സർട്ടിഫിക്കറ്റുകളും അല്ല അവർ ചോദിച്ചിരിക്കുന്നത്. താലൂക്ക് ഓഫീസിലുള്ള സർട്ടിഫിക്കറ്റിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി എക്സാമിൻ്റെ പാറ്റേണിനെ പറ്റി ഞാൻ പറയാം. എക്സാം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇത് മൂന്നിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഫിസിക്സിന് 25 ക്വസ്റ്റ്യൻ, കെമിസ്ട്രിക്ക് 25 ക്വസ്റ്റ്യൻ, മാത്സിന് 25 ക്വസ്റ്റ്യൻ, ഇങ്ങനെയാണ്. ഇതിൽ 25 ക്വസ്റ്റ്യൻ എന്നുള്ളതിൽ 20 എണ്ണം MCQ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. ഇനി ഒരു 10 ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ടാവും. ആ 10 ക്വസ്റ്റ്യൻസിനകത്ത് നിന്ന് ഏതെങ്കിലും 5 എണ്ണം മാത്രം നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി, അതിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഒരു സബ്ജക്റ്റിൽ നിന്ന് നിങ്ങൾ എഴുതേണ്ടത് ടോട്ടൽ 25 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫിസിക്സിൽ 25 എണ്ണം, കെമിസ്ട്രിയിൽ 25 എണ്ണം, മാത്സിനകത്ത് നിന്ന് 25 എണ്ണം. ഇതാണ് അതിൻ്റെ കണ്ടീഷൻസ്. ഇനിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു ഡോക്യുമെൻറ്റ്സും NTAക്ക് അയച്ചു കൊടുക്കേണ്ടതില്ല. നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കാൻഡ് ഇമേജസ് അയച്ചു കൊടുക്കുമല്ലോ, അത് മതി. അല്ലാതെ വേറെ ഒരു ഡോക്യുമെൻറ്റും ബൈ പോസ്റ്റ് അയച്ചു കൊടുക്കേണ്ട കാര്യമേ ഇല്ല. ഇനി നിങ്ങളുടെ ബേസിക് ഇൻഫർമേഷൻസ്, നിങ്ങളുടെ പേര്, പാരൻറ്റിൻ്റെ പേര്, അഡ്രസ്സ്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കറക്ഷൻ അലൗഡ് അല്ല. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വേണം എൻ്റർ ചെയ്യാൻ. അതിനകത്ത് മിസ്റ്റേക്ക് വന്നാൽ പിന്നീട് കറക്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ. ഇനി ആപ്ലിക്കേഷൻ സമർപ്പണത്തിൻ്റെ വിവിധ സ്റ്റെപ്പുകൾ ഞാൻ പറയാം. അതിനകത്ത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങളുടെ മെയിൽ ID-യും നിങ്ങളുടെ ഫോൺ നമ്പറും ഉപയോഗിച്ച് രജിസ്ട്രേഷനാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് നമ്മൾ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഈ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അത് അപ്ലോഡ് ചെയ്യുക, സ്കാൻഡ് ഇമേജസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനകത്ത് ആദ്യത്തത് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്, എല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഈ ഇമേജസ് എല്ലാ ഇമേജസും അവർ പറയുന്നത് JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലോട്ട് മാറ്റണമെന്നാണ്. അപ്പോൾ JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലോട്ട് വേണം കൺവേർട്ട് ചെയ്ത് വയ്ക്കാൻ. കൺവേർട്ട് ചെയ്ത് നിങ്ങൾ എവിടെയെന്ന് വെച്ചാൽ സേവ് ചെയ്തോണം. മൊബൈലിലാണെങ്കിൽ മൊബൈലിൽ അത് ആ ഫോർമാറ്റിൽ സേവ് ചെയ്യണം, കമ്പ്യൂട്ടർ ആണെങ്കിൽ കമ്പ്യൂട്ടറിൽ ആ ഫോർമാറ്റിൽ സേവ് ചെയ്യണം. ഇനി ഇതിനെല്ലാം സൈസ് പറയുന്നുണ്ട്. ആ പർട്ടിക്കുലർ സൈസിലുള്ള ഇമേജ് വേണം സേവ് ചെയ്തിടാൻ. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് എടുത്ത് ഇത് ചെയ്യാൻ പറ്റും, അതിനകത്ത് ഇൻസർട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ ആ സമയത്ത് ഓടാനായിട്ട് ഇരിക്കരുത്. അപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിഷന് മുമ്പ് ഇത്രയും റെഡിയാക്കി വെച്ചിട്ട് വേണം പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിനകത്ത് ആദ്യം ഫോട്ടോയുടെ കാര്യം ഞാൻ പറയാം. ഫോട്ടോ എന്ന് പറയുന്നത് 10 KB to 200 KB സൈസിലുള്ള ഫോട്ടോ ആണ് അവർ പറയുന്നത്. 10 KB to 200 KB സൈസിലുള്ള ഫോട്ടോയാണ്. ഇനി നിങ്ങളുടെ സിഗ്നേച്ചർ 4 KB to 30 KB 30 KB സൈസിൽ നിങ്ങളുടെ സിഗ്നേച്ചർ ഒരു വൈറ്റ് പേപ്പറിലിട്ട് അത് സ്കാൻ ചെയ്തെടുക്കണം. ഇനി അടുത്തത് സർട്ടിഫിക്കറ്റുകൾ. നമ്മളിപ്പോൾ സർട്ടിഫിക്കറ്റുകൾ താലൂക്ക് ഓഫീസിൽ നിന്നൊക്കെ ഉള്ള സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം 50 KB to 300 KB സൈസിലായിരിക്കണം. പിന്നെ PWD സർട്ടിഫിക്കറ്റ്. PWD എന്ന് പറഞ്ഞാൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ള ആളുകൾ അപ്ലൈ ചെയ്യേണ്ട സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ അത് 50 KB to 300 KB സൈസിലുള്ളതായിരിക്കണം. അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിടുക, അതിൻ്റെ ഇമേജസ്. ഓക്കെ. എന്നിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് അതെടുത്ത് ഇൻസർട്ട് ചെയ്യാവുന്നതാണ്. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫീസ് പേയ്മെൻ്റ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം,
ഈ നോട്ടിഫിക്കേഷൻ അതിൻ്റെ ബുള്ളറ്റിൻ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കണം. കാരണം നിങ്ങൾ കമ്പൽസറി ആയിട്ട് ഇതിനകത്ത് പല കാര്യങ്ങളും നമുക്ക് അറിഞ്ഞൂടാത്തതായിരിക്കും. അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യം അറിഞ്ഞൂടാതെ വന്നാൽ നമ്മുടെ റെഫറൻസിന് വേണ്ടി അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. ഇനി നമുക്ക് ഫീസ് കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഫീസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ JEE വഴി നമ്മൾ അപ്ലൈ ചെയ്യുന്ന 3 കോഴ്സുകളിലേക്കാണ്. ഒന്ന് എന്ന് പറയുന്നത് ബിടെക്കിന് ചിലർ BE എന്ന് പറയും. അപ്പോൾ ബിടെക് അല്ലെങ്കിൽ BE, അടുത്തത് BArch, അടുത്തത് പ്ലാനിങ്. ഇങ്ങനെ 3 കോഴ്സിലാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം മിക്കവാറും എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ബിടെക് ആണ്. അപ്പോൾ ബിടെക്കിന് അപ്ലൈ ചെയ്യുന്നവർക്ക് അതിന് മാത്രം അപ്ലൈ ചെയ്യാം. BArch കൂടെ വേണമെന്നുള്ള ആളുകൾക്ക് BArchന് അപ്ലൈ ചെയ്യാം. ഇനി പ്ലാനിങ് എന്ന് പറയുന്ന കോഴ്സിന് അപ്ലൈ ചെയ്യുന്നവർക്ക് അതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഒരാളിന് ഇത് 3നും കൂടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അതൊരു പ്രശ്നമല്ല. നിങ്ങളുടെ താല്പര്യം ഏതാണോ അതിന് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ഫീസിൻ്റെ കാര്യം. ഫീസ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാർ, പിന്നെ ജനറൽ വരുന്ന EWS, ഞാൻ നേരത്തെ പറഞ്ഞു എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് അവർ, പിന്നെ OBC NCL നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയ OBCക്കാർ, ഇവരെല്ലാവരും തന്നെ 650 രൂപയാണ് ആൺകുട്ടികൾ അടയ്ക്കേണ്ട ഫീസ്. പെൺകുട്ടികളാണെങ്കിൽ 325 രൂപയാണ് ഫീസ്. അപ്പോൾ ബോയ്സിന് 650ഉം ഗേൾസിന് 325 ആണ്. ഇനി SC ST PWD ഈ കാറ്റഗറിയിൽ വരുന്നവർക്ക് 325 രൂപയാണ് ഫീസ്, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. ഞാനിപ്പോൾ പറഞ്ഞത് ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യുന്നതിൻ്റെ കാര്യമാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ കോഴ്സുകൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയായിരിക്കും നിങ്ങൾ അടയ്ക്കേണ്ടി വരിക. അപ്പോൾ അതിനകത്ത് വേറെ ഒന്നും ചിന്തിക്കാനില്ല. അപ്പോൾ ഒരു കോഴ്സിൻ്റെ ഫീസ് ഡീറ്റെയിൽസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ കോഴ്സുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇരട്ടി ഫീസ് അടയ്ക്കുക. അപ്പോൾ 2 കോഴ്സിനോ 3 കോഴ്സിനോ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ ഫീസിൻ്റെ ഇരട്ടി നമ്മൾ പേ ചെയ്യേണ്ടി വരും. ഓക്കെ. ഇനി ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഒരു സംവരണത്തിനും അർഹരല്ലാത്ത ആൾക്കാർ വേറെ സർട്ടിഫിക്കറ്റുകളൊന്നും ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോയും പിന്നെ സിഗ്നേച്ചറിൻ്റെ ഇമേജും റെഡിയാക്കി വെച്ചാൽ മതിയാവും. വേറെ ഒരു സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ വാങ്ങി വയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഇനി നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പണത്തിൻ്റെ സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ JEEmain.NTA.nic.in എന്നുള്ള വെബ്സൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സ്റ്റെപ്പുകളിലേക്ക് കടക്കാം. അതിനകത്ത് ഗൂഗിളിൽ നമ്മൾ JEEmain.NTA.nic.in എന്ന് ടൈപ്പ് ചെയ്യുക, സെർച്ച് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇതുപോലെ ഒരു പേജ് ഓപ്പണായി വരും. ഇതിനകത്ത് അപ്ലൈ ഫോർ JEE മെയിൻ എന്നുള്ളതാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുക. ഒരു പേജ് വന്നല്ലോ. ഈ പേജിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ഒരു പേജ് വന്നല്ലോ. ഈ പേജ് സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴെ എത്തിക്കണം. താഴെ എത്തിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഐ ഹാവ് ഡൗൺലോഡഡ് ദ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്നുള്ളതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബോക്സ് കാണും. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. ഓക്കെ. അപ്പോൾ രജിസ്ട്രേഷൻ്റെ സെക്ഷനിലേക്ക് വന്നു. ഇനി നിങ്ങളുടെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കയറ്റുക എന്നുള്ളതാണ്. ഓക്കെ. ഞാൻ ടൈപ്പ് ചെയ്ത് കയറ്റാൻ പോവുകയാണ്. അപ്പോൾ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം, പേര് കഴിഞ്ഞിട്ട് സ്പേസ് കൊടുത്തിട്ട് വേണം ഇനീഷ്യൽ കൊടുക്കാൻ. ഓക്കെ. അപ്പോൾ ഷീജ G എന്നാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷീജ കഴിഞ്ഞിട്ട് സ്പേസ് കൊടുക്കുക G. ഓക്കെ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അനു അലക്സാണ്ടർ, അനു കഴിഞ്ഞിട്ട് സ്പേസ് കൊടുത്തിട്ട് വേണം അലക്സാണ്ടർ ടൈപ്പ് ചെയ്യാൻ. അപ്പോൾ ആ മോഡൽ വേണം ടൈപ്പ് ചെയ്യാൻ. ഇനി ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, കാൻഡിഡേറ്റ്സ് ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഐഡൻറ്റിറ്റി ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പാൻ കാർഡ്, സ്കൂൾ ID കാർഡ്, പാസ്പോർട്ട്, ക്വാളിഫയിങ് എക്സാമിനേഷൻ അഡ്മിറ്റ് കാർഡ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാം. വോട്ടർ ID. അപ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ ആധാറാണ് ഇതിനകത്ത് എൻ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എനി അതർ വാലിഡ് ഗവൺമെൻറ് ഐഡൻറ്റിറ്റി വിത്ത് ഫോട്ടോഗ്രാഫ് അതാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇനി എൻ്റർ വാലിഡ് ഗവൺമെൻറ് ഐഡൻറ്റിറ്റി നമ്പർ. അപ്പോൾ ആധാറിൻ്റെ നമ്പറാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി പ്രസൻറ്റ് അഡ്രസ്സാണ്. അപ്പോൾ അഡ്രസ്സ് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് പെർമനൻ്റ് അഡ്രസ്സാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അത് സെയിം ആസ് പ്രസൻറ്റ് അഡ്രസ്സ് ആണെങ്കിൽ ഈ ബോക്സ് ക്ലിക്ക് ചെയ്യുക. ഡിഫറെൻ്റ് ആണെങ്കിൽ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് ടൈപ്പ് ചെയ്ത് കയറണം. ഇപ്പോൾ ഞാൻ സെയിം ആസ് എബോവ് ആണ് കൊടുക്കുന്നത്.
അപ്പോൾ ബാക്കി അത് ഓട്ടോമാറ്റിക്കലി എൻ്റർ ആയി കഴിഞ്ഞു. ഇനി പാസ്വേഡ് എന്നുള്ളതാണ്. പാസ്വേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് സെലക്ട് ചെയ്യാം. പാസ്വേഡ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതാ ഇതിനകത്ത് എഴുതി കാണിക്കുന്നത് അതിനകത്ത് 8 തൊട്ട് 13 വരെ ക്യാരക്ടേഴ്സ് വരണം. അതിനകത്ത് ഒരു ക്യാപിറ്റൽ ലെറ്റർ വരണം, ഒരു സ്മോൾ ലെറ്ററെങ്കിലും വേണം, ഒരു നമ്പർ വേണം, പിന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ @ പോലെയുള്ള ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടറും അതിനകത്ത് വേണം. അപ്പോൾ അതാണ് അടുത്ത് ഞാൻ എൻ്റർ ചെയ്യാൻ പോകുന്നത്. അത് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്ന് വരും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കുറേ ക്വസ്റ്റ്യൻസ് വരും. അതിനകത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക, അതിൻ്റെ ആൻസറും കൊടുക്കുക. ആൻസറും കൊടുത്തു. അടുത്തത് സെക്യൂരിറ്റി പിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് താഴെ ഒരു സെക്യൂരിറ്റി പിൻ നമുക്ക് എഴുതി കാണിക്കുന്നുണ്ട്, അത് ടൈപ്പ് ചെയ്ത് കയറണം. ഞാൻ സബ്മിറ്റ് കൊടുക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇനി ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ഫൈനൽ സബ്മിറ്റ് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫൈനൽ സബ്മിറ്റിലേക്ക് കിടക്കുകയാണ്. അതിനു മുമ്പ് ഈ ക്ലോസ് എന്നുള്ളത് ക്ലിയർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഐ എഗ്രി എന്നുള്ളത് കാണും. അതിന് മുമ്പ് ഇവിടെ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അതിനകത്ത് മൈ നെയിം ഇതെല്ലാം കറക്റ്റാണോ, ഫാദേഴ്സ് നെയിം ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് നിങ്ങൾ വെരിഫൈ ചെയ്തോ എന്നാണ്. അപ്പോൾ ഞാനെല്ലാം വെരിഫൈ ചെയ്തു. വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം അത് ക്ലിക്ക് ചെയ്യുക. ജെൻഡർ, അഡ്രസ്സ്, മൊബൈൽ നമ്പർ എല്ലാം ഞാൻ ചെക്ക് ചെയ്ത്, ഇമെയിൽ ID എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഐ എഗ്രി എന്നുള്ള ഈ സ്ഥലം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഒന്നും കൂടെ എഡിറ്റ് ചെയ്ത് നോക്കാം. അല്ല, ഫൈനൽ സബ്മിറ്റ് ആണെങ്കിൽ ഫൈനൽ സബ്മിറ്റ് കൊടുക്കാം. ഡു യു വാണ്ട് ടു സബ്മിറ്റ് എന്നാണ് ചോദ്യം. അപ്പോൾ യെസ് എന്നാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞു. അപ്പോൾ നമുക്കിവിടെ രജിസ്ട്രേഷൻ ഫോം കംപ്ലീറ്റഡ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് ഞാൻ കിടക്കുകയാണ്. അതിനകത്ത് കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു പേജ് ഓപ്പണായി വരും. അതിനകത്ത് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യണം. എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കഴിയണം. ഇപ്പോൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു കോളം കാണും. അതിനകത്ത് മോഡ് ഓഫ് പ്രിപ്പറേഷൻ, അതിനകത്ത് സെൽഫ് സ്റ്റഡി, ഇൻഡിവിജ്വൽ ട്യൂഷൻ, ട്യൂട്ടോറിയൽ ക്ലാസ്സസ്, കറസ്പോണ്ടൻസ് കോഴ്സസ്, അതേഴ്സ് എന്ന് കാണാം. അതിനകത്ത് മിക്കവാറും നമുക്ക് ഏത് വേണോ സെലക്ട് ചെയ്യാം. മിക്കവാറും കുട്ടികൾ സെൽഫ് സ്റ്റഡിയാണ് ഓപ്റ്റ് ചെയ്യുന്നത്. അതൊരു വിഷയമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അപ്ലൈ ഫോർ, ഏത് സെഷനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്? ഞാനിപ്പോൾ ഫെബ്രുവരി സെഷൻ മാത്രമേ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ അത് മാത്രം. എല്ലാം അപ്ലൈ ചെയ്യണമെങ്കിൽ എല്ലാം അപ്ലൈ ചെയ്യാം. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം, ഏത് മീഡിയത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് വേണ്ടത്? ഞാനിപ്പോൾ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത്. മലയാളം വേണമെങ്കിൽ മലയാളം സെലക്ട് ചെയ്യാം. ഇനി അടുത്തത് എക്സാം സ്റ്റേറ്റ്, നമ്മൾ കേരള ആണ്. അപ്പോൾ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് വരും. അപ്പോൾ കേരളത്തിലെ ഏത് സെൻറ്ററാണ് നിങ്ങൾ ഫസ്റ്റ് സെൻറ്ററായിട്ട് ഓപ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ തിരുവനന്തപുരമാണ് ഓപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരം ഒന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ തിരുവനന്തപുരം വന്നു. ഇനി അടുത്ത രണ്ടാമത് വീണ്ടും കേരള തന്നെ, കേരള സെലക്ട് ചെയ്തു. കേരളത്തിലെ ഏത് സെൻറ്ററാണ്? ഞാനിപ്പോൾ കൊല്ലമാണ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് വരും. അപ്പോൾ കൊല്ലം. ഇനി അടുത്ത മൂന്നാമത്തത് വീണ്ടും കേരള തന്നെ ഞാൻ സെലക്ട് ചെയ്തു. കേരളത്തിലെ ഏത് സെൻറ്ററാണ്? അപ്പോൾ ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആലപ്പുഴയാണ്. അപ്പോൾ ആലപ്പുഴ ഓർ ചെങ്ങന്നൂർ. ഓക്കെ. ഇനി നാലാമത്തെ സെൻറ്റർ ഞാൻ വീണ്ടും സ്റ്റേറ്റാണ്, കേരള ഞാൻ സെലക്ട് ചെയ്തു. ഇനി ഏത് സെൻറ്ററാണ് ഉദ്ദേശിക്കുന്നത്? ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് എറണാകുളമാണ്. അപ്പോൾ എറണാകുളം ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് വരും. അപ്പോൾ അത് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ആ സെൻറ്ററും സെലക്ട് ചെയ്യും. അപ്പോൾ 4 സെൻറ്ററും സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ 10th ഡീറ്റെയിൽസ് ആണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കുക. അതിൽ ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്നുള്ളത് 10th ഓർ ഇക്വലൻ്റ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ടൈപ്പ് ഓഫ് സ്കൂൾ ഓർ കോളേജ് എന്നുള്ള സ്ഥലത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് എയ്ഡഡ് ഉണ്ട്, KV ഉണ്ട്, ജവഹർ നവോദയ ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്. അപ്പോൾ ഏത് വേണോ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നാണ് കൊടുക്കുന്നത്. ഇതിനകത്ത് ബോർഡ് ചോദിക്കുന്നുണ്ട്. ബോർഡിൽ നിങ്ങൾ എഴുതേണ്ടത് കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് ടൈപ്പ് ചെയ്യേണ്ടത്. റിസൾട്ട് ഏതായിരുന്നു? ഇപ്പോൾ ഗ്രേഡിങ് ആയതുകൊണ്ട് ഞാൻ CGPA ആണ് കൊടുക്കുന്നത്.
മാക്സിമം ഗ്രേഡ് പോയിൻ്റ് എത്ര എന്നുള്ളത് കൊടുക്കുക. നിങ്ങൾ കിട്ടിയത് എത്രയാണ്? ഇപ്പോൾ എനിക്ക് ഫുള്ള് A+ കിട്ടിയ കുട്ടിയാണെങ്കിൽ 9 ആണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ CGPAയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് ജനറേറ്റ് ആയി വരും. വേറെ ഏതെങ്കിലും ബോർഡാണെങ്കിൽ നിങ്ങളുടെ മാക്സിമം മാർക്കും നിങ്ങൾക്ക് കിട്ടിയതും എൻ്റർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പെർസെൻറ്റേജ് അവിടെ ജനറേറ്റ് ആയി വരും. ഇനി റോൾ നമ്പർ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. ആ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി 12th ഡീറ്റെയിൽസാണ്. 12th പാസ് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ഇപ്പോൾ അപ്പിയറിംഗ് ആണ്. ഇപ്പോൾ നിങ്ങൾ 12th പാസ്സായിട്ടില്ല, ഇപ്പോൾ പാസ്സായിട്ടില്ലെങ്കിൽ അപ്പിയറിംഗ്, പാസ്സായവരാണെങ്കിൽ പാസ്റ്റ്. ഇനി ഇയർ ഓഫ് പാസിംഗ്, ഇപ്പോൾ 2021 നിങ്ങൾ പാസ്സാവുന്നത്. ഇനി ക്വാളിഫയിങ് എക്സാമിനേഷൻ ക്ലിക്ക് ചെയ്യുക, അത് ഏതാണ് എന്ന് കൊടുക്കുക. അപ്പോൾ അതിനകത്ത് ഫൈനൽ എക്സാമിനേഷൻ ഓഫ് 2 ഇയർ കോഴ്സ് ഓഫ് അങ്ങനെ ഒരെണ്ണം കാണും. അങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുക. ഫൈനൽ എക്സാമിനേഷൻ ഓഫ് 10+2 സിസ്റ്റം കണ്ടക്റ്റഡ് ബൈ എനി റെക്കഗ്നൈസ്ഡ് സെൻട്രൽ സ്റ്റേറ്റ് ബോർഡ് സച്ച് ആസ് CBSE, പിന്നെ കൗൺസിൽ ഫോർ ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ എന്ന് കാണാം. അതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സെലക്ട് ചെയ്തു. ഇനി പ്ലേസ് ഓഫ് സ്കൂളിംഗ്, ബാക്കി ടൈപ്പ് ഓഫ് സ്കൂള്, ക്വാളിഫയിങ് എക്സാമിനേഷൻ ഏത് സ്റ്റേറ്റിലാണ്, പിന്നെ ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡിസ്ട്രിക്റ്റ് ഏത് ഡിസ്ട്രിക്റ്റിലാണ് എഴുതാൻ പോകുന്നത്, ഏത് ബോർഡാണ്. ബോർഡ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ബോർഡാണെങ്കിൽ സ്റ്റേറ്റ്, പിന്നെ സെൻട്രൽ ബോർഡ് CBSE ആണെങ്കിൽ അത്, ഇനി ISE ആണെങ്കിൽ അത്. അപ്പോൾ ഏതെന്ന് വെച്ചാൽ കൊടുത്തോണം. ഇനി റിസൾട്ട് മോഡ് നമുക്ക് ഇപ്പോൾ സെലക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം നിങ്ങൾ എക്സാം എഴുതിയിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യാം. ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തു. പിന്നെ പാരൻസിൻ്റെ ഡീറ്റെയിൽസാണ്. ഇപ്പോൾ നിങ്ങളൊരു ട്വിൻ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ട്വിൻ ആണെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ. ഇനി ഫാദേഴ്സ് ക്വാളിഫിക്കേഷൻ, പിന്നെ ഓക്കുപ്പേഷൻ ഏതാണ്, ആനുവൽ ഇൻകം, മദേഴ്സ് ഡീറ്റെയിൽസ്, പിന്നെ ഗാർഡിയൻ്റെ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. പിന്നെ താഴെ കാണുന്ന സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് ആ സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം. ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇനി സബ്മിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിനകത്ത് ഇനി എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, ഫൈനൽ സബ്മിറ്റ് ആണെങ്കിൽ ഫൈനൽ സബ്മിറ്റ്. അപ്പോൾ അതിനു മുമ്പ് ഈ ക്ലോസ് എന്നുള്ളത് ക്ലോസ് ചെയ്ത് കളയണം. ഇനി നമ്മളിവിടെ എല്ലാം ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം വായിച്ച് ഉറപ്പാക്കി. ഇനി എല്ലാം ചെക്ക് ചെയ്തു. എല്ലാം ഞാനിവിടെ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. ഇനി ഐ എഗ്രി എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഡു യു വിഷ് ടു സബ്മിറ്റ് എന്നാണ് ചോദ്യം. യെസ് കൊടുക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ എൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി നമ്മൾ 3rd സ്റ്റെപ്പിലേക്ക് പോവാണ്. അപ്പോൾ 3rd സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പേജിൽ ഈ ബോട്ടം നോക്കുക. ഒരു ആപ്ലിക്കേഷൻ ഫോം, ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ആയിരിക്കുന്നത് കാണാൻ പറ്റും. 210310 അങ്ങനെ ഒരു നമ്പർ ജനറേറ്റ് ആയി ഇരിക്കുന്ന കാണാം. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കേണ്ടതാണ്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാണ്. അപ്ലോഡ് ഇമേജസ്, അത് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഫോട്ടോഗ്രാഫാണ്, അത് നമ്മൾ സെലക്ട് ചെയ്യാൻ പോവാണ്. ചൂസ് ഫയൽ സെലക്ട് ചെയ്യുക. ആ ഫോട്ടോ അവിടെ വന്നു. ഇനി അടുത്തത് രണ്ടാമത്തെ സിഗ്നേച്ചറാണ്. സിഗ്നേച്ചറിൻ്റെ ചൂസ് ഫയൽ സെലക്ട് ചെയ്തു. ഇനി സബ്മിറ്റ് ആൻഡ് പ്രിവ്യൂ എന്നാണ്. ഇപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ എൻ്റർ ചെയ്തു, കൊടുത്തു. ഇനി സൈഡിൽ സെൽഫ് വെരിഫൈഡ് എന്നാണ്. ഇവിടെയും സെൽഫ് വെരിഫൈഡ് എന്നാണ്. നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ സെക്യൂരിറ്റി കോഡ് എൻ്റർ ചെയ്യുക. ഇനി ഐ ഹാവ് വെരിഫൈഡ് എന്നുള്ള സ്ഥലം ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് കൊടുക്കുക. ഓൾ സെലക്റ്റഡ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. 3 സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി പേയ്മെൻ്റാണ്. അപ്പോൾ അടുത്തത് പേയ്മെൻറ്റിലേക്ക് കടക്കണം. അപ്പോൾ പേയ്മെൻറ്റ് കടക്കാൻ പേ എക്സാമിനേഷൻ ഫീ എന്നുള്ള സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏത് പേയ്മെൻറ്റ് മോഡാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക, ഫീസ് പേയ്മെൻറ്റ് നടത്തുക. അപ്പോൾ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ അത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക.
ഇതിനകത്ത് ടെൻഷൻ പിടിപ്പിക്കുന്ന ഒരു ഡീറ്റെയിൽസ് അവർ ചോദിക്കുന്നില്ല. അപ്പോൾ സമാധാനമായിട്ട് ആദ്യം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി ഫ്രണ്ടിൽ വെച്ചിട്ട് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ. നല്ല ശ്രദ്ധയോടെ സമാധാനമായിട്ട് ഇരുന്ന് ഇത് ഫില്ല് ചെയ്യുക, എന്നിട്ട് ഫീസ് പേയ്മെൻറ്റും ചെയ്യുക. അപ്പോൾ ഇത് ഓരോന്നും ഓരോ ദിവസം ചെയ്താലും ഒരു പ്രശ്നമില്ല. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇന്ന് ചെയ്യുന്നു, അടുത്ത സ്റ്റെപ്പ് അടുത്ത ദിവസം ചെയ്യുന്നു, അങ്ങനെ സമാധാനമായിട്ട് ചെയ്താൽ മതി. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.